നമസ്കാരം. ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സൂര്യനും ശനിയും കർക്കിടകത്തിൽ 5-ാം ഭാവത്തിൽ എന്താണ് ഫലം? ചോദ്യം: സൂര്യനും ശനിയും കർക്കിടകത്തിൽ 5-ാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്നാണ് ചോദിക്കുന്നത്. സൂര്യനും ശനിയും 5-ാം ഭാവത്തിൽ നിൽക്കണമെങ്കിൽ മീനം ലഗ്നത്തിൽ ജനിച്ച ആളായിരിക്കും. മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇപ്പോൾ മീനം ലഗ്നത്തിൽ ജനിച്ച ആളിൻ്റെ ഗ്രഹനിലയിൽ നിന്നുള്ള ചോദ്യമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. മീനം ലഗ്നത്തിൻ്റെ 5-ാം ഭാവം ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാകുന്ന കർക്കിടകൻ രാശിയാണ്. ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാകുന്ന കർക്കിടകൻ രാശിയിലാണ് ആദിത്യൻ നിൽക്കുന്നത്. ആദിത്യനോടൊപ്പം 11-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമാകുന്ന ശനി നിൽക്കുന്നു. അപ്പോൾ ആദിത്യൻ എത്രാം ഭാവത്തിൻ്റെ അധിപനാണ്? 6-ാം ഭാവത്തിൻ്റെ അധിപനാണ്. 6-ാം ഭാവാധിപൻ 5-ൽ നിൽക്കുന്നു. 11-ഉം 12-ഉം ഭാവാധിപനായിരിക്കുന്ന ശനി 5-ൽ നിൽക്കുന്നു. അപ്പോൾ 11-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമാകുന്ന ശനിയും 6-ാം ഭാവാധിപനുമാകുന്ന ആദിത്യനും അഥവാ സൂര്യനും കൂടിയാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഒരുപാട് ഫലം ഇതിനകത്തുകൂടി തന്നെ പറയാനുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതിലൂടെ പ്രവചിക്കുന്ന ഫലങ്ങളെല്ലാം ചിലതൊക്കെ അപൂർണമായിട്ട് വരാനേ സാധിക്കുകയുള്ളൂ, മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട്. ഇവയിലേക്ക് ദൃഷ്ടി ചെയ്യാവുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എങ്കിലും ഇത്ര മാത്രം ഇട്ടിരിക്കുന്നതിനാൽ ഇത്രയും കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരിക്കലും ഏതൊരു ഗ്രഹവും അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്ന് പുറകിലെ രാശിയിലേക്ക് പോകുന്നത് അത്ര ഗുണകരമായിട്ടല്ല പലപ്പോഴും പറയുന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ടും സ്വക്ഷേത്ര ബലം കൊണ്ടും പിന്നെ നീചഭംഗ രാജയോഗം ലഭിച്ചിട്ടുമൊക്കെ ഗുണകരമായി വരാറുണ്ട്. യോഗങ്ങൾ കൊണ്ട് സ്വക്ഷേത്ര ബലം, മൂലക്ഷേത്ര ബലം, ഉച്ചക്ഷേത്ര ബലം, നീചഭംഗ രാജയോഗം എന്നിവയാലൊക്കെ ഏതൊരു ഗ്രഹവും അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്ന് പുറകിലേക്ക് പോയിരുന്നാൽ, പുറകിലെ രാശിയിലേക്ക് 2-ാം ഭാവാധിപൻ 1-ൽ, 3-ാം ഭാവാധിപൻ 2-ൽ, 4-ാം ഭാവാധിപൻ 3-ൽ, 5-ാം ഭാവാധിപൻ 4-ൽ, 6-ാം ഭാവാധിപൻ 5-ൽ അങ്ങനെ വന്നാൽ സാധാരണഗതിയിൽ അതിനോടൊപ്പം ഒരു ദോഷമുണ്ടെങ്കിലും ഈ മറ്റ് പ്രത്യേകതകളാൽ, മുമ്പ് പറഞ്ഞ പ്രത്യേകതകളാൽ അവിടെ ഗുണഫലവും പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏതൊരു ഗ്രഹവും അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിന്ന് പുറകിലെ രാശിയിലേക്ക് പോയി നിന്നാൽ അതിനുള്ള ഒരു ദോഷമുണ്ട്. അത് ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിന് നീചഭംഗ രാജയോഗം കൊണ്ടോ സ്വക്ഷേത്ര, ഉച്ചക്ഷേത്ര, മൂലക്ഷേത്ര ബലം കൊണ്ടോ യോഗ ബലങ്ങൾ ലഭിക്കുന്നത് കൊണ്ടോ ഒക്കെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ സ്വന്തം ക്ഷേത്രത്തിൽ നിന്ന് പുറകിലെ ക്ഷേത്രത്തിലേക്ക് പോയി, പുറകിലെ രാശിയിലേക്ക് പോയി നിൽക്കുന്നതിനാലുള്ള ദോഷവും അതിനോടൊപ്പം തന്നെ ബാധിക്കുന്നതാണ്. ഇവിടെ 6-ാം ഭാവാധിപൻ 5-ലേക്ക് നിൽക്കുന്നു. 6-ാം ഭാവം രോഗരാശിയാണല്ലോ, 6-ാം ഭാവം രോഗഭാവമാണല്ലോ. 6-ാം ഭാവാധിപൻ, അപ്പോൾ ഈ വ്യക്തിക്ക് 6-ാം ഭാവം ആദിത്യൻ്റെ സ്വക്ഷേത്രമാകുന്ന ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി അധിപനാകുന്ന ആദിത്യൻ 5-ലേക്ക് നിൽക്കുന്നു. അപ്പോൾ സൂര്യനെ കൊണ്ട് രോഗഫലവും ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഈ ഗ്രഹനില അനുസരിച്ച് സൂര്യൻ രോഗഫലം ചെയ്യും. പക്ഷേ 5-ാം ഭാവത്തിൽ ശനിയോടൊപ്പം നിൽക്കുമ്പം ഏതൊക്കെ തരത്തിലുള്ള രോഗഫലം ചെയ്യും, ഏതൊക്കെ തരത്തിലുള്ള, അവിടെ നമ്മൾ രോഗത്തിന് അരിഷ്ടത എന്നും കൂടി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. രോഗാരിഷ്ടത ശരീരത്തിന് വരും, അല്ല ജീവിതത്തിൽ അരിഷ്ടതകളും കൂടെ വരാം. കാരണം 11-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമാകുന്ന ശനിയാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ശനിക്ക് അതിൻ്റെ സ്വക്ഷേത്രമാകുന്ന മകരം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ 11-ാം ഭാവത്തിൽ വലിയ ദോഷഫലം ഉണ്ടാകുന്നു എന്ന് പറയാൻ ഒക്കുന്നതല്ല. 11-ാം ഭാവം ലാഭരാശിയാണ്, ലാഭഭാവമാണ്, ലാഭത്തെക്കുറിച്ച് മൊത്തം ചിന്തിക്കുന്നതാണ്. ലാഭത്തിൻ്റെ അധിപനായിരിക്കുന്ന ഈ ഗ്രഹനിലയിൽ ലാഭഭാവത്തിൻ്റെ അധിപനാകുന്ന ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും പൂർണ്ണ ദൃഷ്ടിയുള്ളത് കൊണ്ടും ലാഭരഹിതത്വത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊക്കെയില്ല. പക്ഷേ മറ്റ് ചില ഗ്രഹങ്ങൾ, രാഹു കേതുക്കൾ ലാഭരാശിയിലാകുന്ന അല്ലെങ്കിൽ ലാഭഭാവമാകുന്ന 11-ലേക്ക് നോക്കുന്നുണ്ടോ എന്ന് ഗ്രഹനില വിസ്തരിച്ച് പരിശോധിച്ചാൽ മാത്രമേ ഒക്കൂ. അതുകൊണ്ട് തന്നെ ലാഭം കൂടുതലുണ്ടാകും എന്ന് പറഞ്ഞ ഫലത്തിന് ഏതൊക്കെ തരത്തിൽ ലാഭം ഉണ്ടാകുമെന്നും ഏതൊക്കെ തരത്തിൽ ലാഭം ഇല്ലായ്മ ഉണ്ടാകും എന്നുള്ളത്
മറ്റ് പാപഗ്രഹങ്ങൾ 11ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി ഞാൻ പറയുകയാണ്. അത്രയും കൂടെ ചിന്തിച്ചിട്ടേ എൻ്റെ പ്രഡിക്ഷനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്താവൂ. ഇത് അപൂർണമായൊരു ചോദ്യമായതുകൊണ്ടാണ് ഇത്രമാത്രം എനിക്കിങ്ങനെ പറയാൻ കഴിയുന്നത്. 6ാം ഭാവാധിപൻ ആദിത്യൻ 5ാം ഭാവത്തിലേക്ക് നിന്നാൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത? 5ാം ഭാവം നമ്മൾ വ്യക്തി അധിഷ്ഠിതമായി നോക്കുമ്പോൾ സന്താന ഭാവമാണ്. സന്താന ഭാവത്തിലേക്ക് 6ാം ഭാവാധിപനാകുന്ന ആദിത്യൻ ശനിയോടൊപ്പം നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാവുകയും അതുപോലെ തന്നെ ദോഷമുണ്ടാകാനും സാധ്യതയില്ലാതില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് പോകും. ഇനി സന്താനങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുമ്പോൾ ചൊവ്വയുടെ സ്വഭാവം എങ്ങനെയാണ്? ആദിത്യൻ്റെ ഈ ഉഷ്ണ സ്വഭാവത്തിനെ ചൊവ്വ അഗ്നികാരകത്വം ഉണ്ടല്ലോ, അത് എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നും കൂടി ചിന്തിക്കണം. അപ്പോൾ ചൊവ്വയെ കൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ സന്താനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സന്താനങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ? സന്താനങ്ങൾക്ക് വന്നിരിക്കുന്ന പങ്കാളികളെ കൊണ്ട് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ? സന്താനങ്ങളെ കൊണ്ട് മനക്ലേശം ഉണ്ടാകുമോ? ലഭ്യമാകുന്ന പണമെല്ലാം സന്താനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുമോ? നിലവിൽ സന്താനങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി മറ്റ് ഗ്രഹങ്ങളെ കൊണ്ട് വെച്ചുകൂടി നമ്മൾ പറയണം. 5ാം ഭാവം ഭാവിരാശിയും കൂടിയാണ്. ഭാവി നമ്മൾ ചിന്തിപ്പിക്കുന്നു അവിടെ നിന്നുണ്ട്. അപ്പോൾ 5ാം ഭാവത്തിൽ ആദിത്യനും ശനിയും കൂടെ നിന്നാൽ വരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ നോക്കുമ്പോൾ 9ാം ഭാവവും കൂടി ചിന്തിക്കണം. 5ാം ഭാവം 9ാം ഭാവം എന്നിവയെ കൊണ്ട് ഭൂതകാലത്തെക്കുറിച്ചും കൂടി 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചിട്ട് രാഹു കേതുക്കളെയും കൂടെ ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ സൂര്യനും ശനിയും കൂടി 5ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അതിൻ്റെ സൂക്ഷ്മഫലം പറയുമ്പോൾ ആത്മീയമായ ഉയർച്ചയിലേക്കും വൈദാന്തിക ബോധത്തിലേക്കുമൊക്കെ ഈ സൂര്യനും ശനിയും നയിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അത് ഈ ജന്മത്തിലാണോ അടുത്ത ജന്മത്തിലാണോ അങ്ങനെ വരാൻ സാധ്യതയുള്ളതെന്നും കൂടി ചിന്തിക്കുന്നുണ്ട്. സൂര്യനും ശനിയും കൂടെ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആത്മബോധത്തിൻ്റെ അനന്തതയിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ അത് 9ാം ഭാവവും രാഹു നിൽക്കുന്നതും കേതു നിൽക്കുന്നതുമായ കാര്യങ്ങളെ കൂടി നമ്മൾ ഗവേഷണം നടത്തിയാൽ, അതിലൊരു പരിചിന്തനം നടത്തുകയും കൂടെ ചെയ്താൽ മാത്രമേ ഈ ജന്മത്തിലാണോ ആ പരമപുഷ്ടി ഉണ്ടാകുന്നത് അതോ അടുത്ത ജന്മത്തിലാണോ, ഈ ജന്മത്തിൽ ബ്രഹ്മകർമ്മ സമാധിയിലേക്കും ഒക്കെയുള്ള യാത്ര ഉണ്ടാകുമെങ്കിൽ അത് എവിടെ വരെ, എത്രമാത്രം നമ്മൾക്ക് വിശ്വൻ പ്രാജ്ഞൻ തൈജസൻ എന്നൊക്കെയുള്ള സ്റ്റേജുകളുണ്ട്, നിലകളുണ്ട്. ഓരോ മനുഷ്യനും ബോധത്തിൻ്റെ അനന്തതലങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിലെവിടെ വരെയൊക്കെ എത്തിപ്പെടാം എന്നുള്ളതെല്ലാം ചിന്തിപ്പിക്കുന്നുണ്ട് സൂര്യനും ശനിയും. അപ്പോൾ ആത്മീയതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ബോധത്തിൻ്റെ അനന്ത സൂക്ഷ്മതയെക്കുറിച്ചാണല്ലോ ആത്മീയത എന്ന് പറയുന്നത്. മൈക്രോ സെക്കൻഡ്സിനെ കുറിച്ചുള്ള സെൻസിറ്റീവ്നെസ്സാണ് അവിടെ പറയുന്നത്. അവിടെ ജപമോ ധ്യാനമോ ഒക്കെ തന്നെയും അതിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇഷ്ടദേവത ഉപാസനയും ഒട്ടൊക്കെ സഹായിച്ചേക്കാം. ഇഷ്ടദേവത ഉപാസന ഈ ജന്മഫലങ്ങളെ, ഈ ജന്മത്തിലെ കാമ്യകർമ്മങ്ങളെ കൂടുതൽ വികസിതമാക്കി അനുഭവിച്ച് പോകാനാണ് സാധ്യത. അവിടെ അതും ആത്മീയതയിലേക്കുള്ള ആദ്യപടി എന്നുള്ളതേ ഉള്ളൂ. ബോധാതീതത്തിലേക്ക് മറ്റു പല കാര്യങ്ങളുമാണ് എത്തിക്കുന്നത്. അങ്ങനെ അതിബോധത്തിലേക്ക് എത്തിക്കാൻ ഈ സൂര്യനും ശനിയും ഒത്തിരി ഗുണം ചെയ്യും എന്നുകൂടി പറയുകയാണ്. ഇനിയും ഇത് ഈ ഗ്രഹനില മൊത്തം കാണാൻ സാധിച്ചാൽ വളരെ രസകരമായി എനിക്ക് പഠിക്കാൻ കഴിയുന്നതാണെന്ന് തോന്നുന്നു. വളരെയേറെ രസകരമായിരിക്കും ഇതിൻ്റെ പഠനം സാധാരണയിൽ കവിഞ്ഞ് എന്ന് കാണുന്നുണ്ട്. വളരെ സന്തോഷം ഇങ്ങനെ ചോദ്യം ചോദിച്ചതിൽ. ഇത്രയും വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചു. വിരൽ ചൂണ്ടുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പ്, നോട്ടം, രീതികൾ ഏതെല്ലാം, പിന്നെ ഈ ഗ്രഹനിലയിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹം ഏതെന്നും അറിയേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രഹം തലയിലേക്ക് ഇതെല്ലാം ഓടിയെത്തിയിട്ട് അവിടെ നിന്നായിരിക്കും പ്രഡിക്ഷൻ ചെയ്യുന്നത്. ഇത്രയും മെത്തേഡ്സ്, ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു നിമിഷത്തിനുള്ളിൽ നമ്മുടെ തലയിൽ നടക്കുമ്പോഴാണ് അതിൻ്റെ പ്രവചന ഫലം അതീവ സൂക്ഷ്മമായി രസകരമായി പോകുന്നത്.